ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. മലപ്പുറം കാളികാവിൽ കടുവ സാന്നിധ്യം. കേരള എസ്റ്റേറ്റ് ഭാഗത്താണ് കടുവ ഇറങ്ങിയത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. സാധനം കണ്ടു 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 കിട്ടി വീഡിയോ കിട്ടിയടാ. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്ന, ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഇവിടെ കടുവയുണ്ടെന്ന് സംശയം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് പിന്നീട് പരിശോധനയ്ക്ക് പോയ ഒരു സംഘം ആളുകളുടെ ക്യാമറയിലാണ് ഈ കടുവ കുടുങ്ങിയത്. അതുതന്നെയല്ലേ? എന്താണ് സംഭവം? ആ പ്രദേശത്തെ സാഹചര്യം എന്താണ്? വനപാലകരുടെ സംഘത്തിന്റെ മുൻപിൽ തന്നെയാണ് ഇപ്പോൾ കടുവ പെട്ടിരിക്കുന്നത്. കടുവയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കാളികാവിലെ കേരള എസ്റ്റേറ്റിലെ C1 എന്നുള്ള ഏരിയയിൽ നിന്നാണ് ഈ കടുവയുടെ ദൃശ്യങ്ങൾ എടുത്തിരിക്കുന്നത്. ആ പ്രദേശത്ത് കടുവ സാന്നിധ്യം അവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. വനം വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതിനെ കാട് കയറ്റുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഈ പ്രദേശത്ത്, അതായത് കേരള എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് റബ്ബർ എസ്റ്റേറ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാടായി കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ C1 എന്നുള്ള ഒരു ഏരിയ. അവിടെയാണ് ഇപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കടുവയെ രാവിലെ തന്നെ ചില ആളുകൾ കണ്ടു എന്നുള്ള അഭ്യൂഹങ്ങൾ ആ പ്രദേശത്ത് പരന്നിരുന്നു. വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. വനംവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉച്ചയോടെ കാളികാവ് റേഞ്ചിലുള്ള RRT സംഘം ഈ സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു. ഈ പരിശോധനയ്ക്കിടയിലാണ് അവരുടെ മുന്നിലും ഈ കടുവയെ കണ്ടത്. ആ കടുവയുടെ ദൃശ്യങ്ങളാണ് ഇത്. ഉടൻ തന്നെ അത് അവിടെ നിന്ന് മറഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ആ പ്രദേശം വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചുകൂടി കാട് കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് സൈലന്റ് വാലി കാടുള്ളത്. അപ്പോൾ സൈലന്റ് വാലി കാട്ടിൽ നിന്ന് വന്നതാണ് എന്നുള്ളതാണ് നിലവിലെ ഒരു നിഗമനമുള്ളത്. പക്ഷേ കാളികാവ് പ്രദേശത്തൊക്കെ ഒരു കടുവാ സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വളരെയേറെ ഒരു ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണേണ്ടത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് തന്നെ കരുവാരുകുണ്ടിൽ ഒരു കടുവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യാജമായിട്ടുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അത്തരത്തിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അന്ന് തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക ആ പ്രദേശത്ത് പരന്നിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വനം വകുപ്പ് അത് കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി തന്നെ RRT സംഘം ഉടൻ തന്നെ ആ സ്ഥലത്ത് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തതിലാണ് ഇപ്പോൾ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കടുവയുടെ ദൃശ്യങ്ങളടക്കം RRT സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആ പ്രദേശത്ത് ഇനി ഇപ്പോൾ അത് DFOയ്ക്ക് ഉൾപ്പെടെ വനപാലകർ കടുവയെ കണ്ടത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തുടർ നടപടികൾ വരും മണിക്കൂറിൽ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ കൂട് സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണോ, എന്താണ് നിലവിലെ സ്ഥിതി എന്നതിനെ സംബന്ധിച്ച് DFO അല്പസമയത്തിനകം തന്നെ പറയും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും കാളികാവ് കേരള എസ്റ്റേറ്റിൽ കടുവയുണ്ട് എന്നുള്ളത് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രജിൻ, വിപിൻ, ഈ മേഖല അതിൽ ജനങ്ങൾ പാർക്കുന്നൊരു ഏരിയ ആണോ? ഈ എസ്റ്റേറ്റിനോടടുത്ത് എത്ര വീടുകളുണ്ട്? അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ കടുവയെ പിടിക്കാനുള്ള നടപടികളിലേക്ക് ഇനി എങ്ങനെയാണ് വനംവകുപ്പ് ജീവനക്കാർ കടക്കുന്നത്? അതിൻ്റെ സംവിധാനങ്ങൾ, ക്രമീകരണങ്ങൾ എന്താണ്? പ്രജിൻ, വലിയൊരു ജനവാസ മേഖലയല്ല ഇത്. റബ്ബർ കാടായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അവിടെ നിന്ന് കടുവ കുറച്ചുകൂടി മുന്നോട്ടൊക്കെ ആ പ്രദേശത്ത് നിന്ന് വരികയാണെങ്കിൽ തീർത്തും ജനവാസ മേഖലയിലേക്ക് തന്നെയാണ് കടുവ എത്തുക. ഒപ്പം തന്നെ ഇത് സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ നിന്നും കടുവ വന്നാണെന്നാണ് കരുതുന്നത്. തിരിച്ചത് കയറിപ്പോയോ എന്നതിനെ സംബന്ധിച്ചും ഇപ്പോൾ നിലവിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അത് കയറിപ്പോയിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പിന്റെ കണ്ടെത്തലെങ്കിൽ അത് ജനവാസ മേഖല അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കടുവയുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അതിനെ പിടികൂടുന്നതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. ഇന്നലെ തന്നെ മമ്പാട് പുലി ഒരാളെ പട്ടാപ്പകൽ അയാളുടെ കാലിൽ മാന്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ പുലിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട് സ്ഥാപിക്കുമെന്നുള്ളത് ഇന്നാണ് ഇപ്പോൾ വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറയുകയും ചെയ്തത്. ഈ ഒരു ഘട്ടത്തിലാണ് അതിനെ അധികം ദൂരമില്ലാത്ത കാളികാവ് കേരള എസ്റ്റേറ്റിൽ കടുവയെ കൂടി കണ്ടു എന്നുള്ള സ്ഥിതി വരുന്നത്. അപ്പോൾ കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്ന ഒരു ഗൗരവമുള്ള സ്ഥിതിയാണ് മലപ്പുറത്തെ സംബന്ധിച്ച. പ്രജിൻ, ശരി. വിപിൻ സി വിജയനാണ് മലപ്പുറത്തും വിശദാംശങ്ങൾ നൽകിയത്. കാളികാവിലാണ് എസ്റ്റേറ്റിനകത്ത് കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ ആ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.